എനിക്കാണ് ശോഭാ സുരേന്ദ്രൻ വിളിച്ചത്, എന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട് ഞാൻ പറയുന്ന ഞെട്ടിക്കുന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും കേൾക്കണമെന്ന് പറഞ്ഞിട്ട് യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. യുവതി എന്നല്ല, ഒരു അമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഞാനും നിങ്ങളും കേട്ടതാണ് ശോഭാ സുരേന്ദ്രൻ നിന്റെ കരണത്തേക്ക് ഞാൻ അടിക്കും, നീ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന നടുക്കുന്ന ഒരു ഫോൺ സംഭാഷണം ഞാനും നിങ്ങളും കേട്ടതാണ്. എന്നാൽ നമ്മൾ ഫോണിലൂടെയാണ് കേട്ടത്. ആ സ്ത്രീ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ആരാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. അത് വെച്ച് തരാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയുകയാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. മഞ്ചേശ്വരം മണ്ഡലം, പാലക്കാട്, തൃക്കരിപ്പൂർ, തിരുവനന്തപുരത്തെ നേമം മണ്ഡലം, ഈ 4 മണ്ഡലമാണ് മെയ് 4-ന് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മണ്ഡലം. എന്നാൽ ഈ 4 മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന നടുക്കുന്ന എക്സിറ്റ് പോൾ വന്നിട്ടുണ്ട്. അതായത് അവിടെ ഏത് സ്ഥാനാർത്ഥി ജയിക്കും, എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കും നോക്ക് നിങ്ങൾ. തൃക്കരിപ്പൂർ, മഞ്ചേശ്വരം, ഈ പറയുന്ന പാലക്കാട്, നേമം, ഇത് നമ്മൾ ഈ സ്ത്രീക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം അത് നമ്മൾ വിശദമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ സ്ത്രീക്ക് എന്താണ് ശോഭയെ കുറിച്ചിട്ട് പറയാനുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. പൈസ കൊണ്ട് കൊടുത്തത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, ഞാനാണ് അതിന് കാരണക്കാരി. ഈ ആലപ്പുഴ രജിസ്ട്രേഷനുള്ള കാറാണ് അവിടെ വന്നത്, നിന്നെ ഞാൻ കാണിച്ചു തരാം, അടിച്ച് നിൻ്റെ ചെപ്പക്കുറ്റി പണിക്കുറവ് തീർത്തു തരാം തുടങ്ങി അനാവശ്യമായി. അത് ഒരു രാഷ്ട്രീയ നേതാവാണ്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രവർത്തകയായി എന്നോട് തീർച്ചയായും അപമര്യാദയായി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത്. ഇതിന് ശോഭാ സുരേന്ദ്രൻ്റെ സ്വഭാവം ഇതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി വോട്ടിന് പൈസ നൽകിയത് ഈ ആലപ്പുഴയിൽ നിന്നുള്ള താങ്കളാണെന്നാണ് അതിൽ പിന്നിൽ ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അതിനോട് പറയുന്നത്? അതെ, ശോഭാ സുരേന്ദ്രൻ എന്നെ ഇന്നലെ 11 മണിയായപ്പോൾ ഫോണിൽ വിളിച്ച് പല കാര്യങ്ങളും ഭീഷണിപ്പെടുത്തി. അതിൽ പ്രധാനമായും പറഞ്ഞത് പാലക്കാട്ട് പൈസ കൊണ്ട് കൊടുത്തത് ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, ഞാനാണ് അതിന് കാരണക്കാരി. ഈ ആലപ്പുഴ രജിസ്ട്രേഷനുള്ള കാറാണ് അവിടെ വന്നത്, നിന്നെ ഞാൻ കാണിച്ചു തരാം, അടിച്ച് നിൻ്റെ ചെപ്പക്കുറ്റി പണിക്കുറവ് തീർത്തു തരാം തുടങ്ങി അനാവശ്യമായി. അത് ഒരു രാഷ്ട്രീയ നേതാവാണ്, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ ഒരു പ്രവർത്തകയായി എന്നോട് തീർച്ചയായും അപമര്യാദയായി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞത്. ഇതിന് ശോഭാ സുരേന്ദ്രൻ്റെ സ്വഭാവം ഇതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാർട്ടിയിലെ തന്നെ വനിതകളോട് ഇത്രയധികം അപമര്യാദയും ധിക്കാരപരമായുമുള്ള സംസാരങ്ങളാണ്. പഴയകാല പ്രവർത്തകർ, വനിതകൾ ധാരാളം ഈ ജില്ലയിലും മറ്റ് ജില്ലകളിലും എല്ലാം ഉണ്ട്. എല്ലാവരും ഭയപ്പെടുത്തി ആരും മുന്നോട്ട് വരാത്ത രീതിയിലുള്ള തടയിട്ടുള്ള പ്രവർത്തനമാണ് ഈ കുറച്ച് കാലങ്ങളായി ഈ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി തന്നെ ആലപ്പുഴ ജില്ലയിൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അതുപോലെ വിവിധ ഞാൻ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പം തന്നെ കേരള NGO സംഘിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, രാഷ്ട്രീയ കർമ്മചാരി മഹാസംഘിൻ്റെ കേരളത്തിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തുടങ്ങി ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ധാരാളം പ്രവർത്തിക്കുകയും എൻ്റെ ജീവിതവും പണവും എല്ലാം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം ചെലവാക്കുകയും ചെയ്തതാണ്. ഓക്കെ, ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ, അതായത് നിങ്ങൾ ആ ഒരു ഫോൺ സംഭാഷണം കേട്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് തെറിയോട് തെറിവിളിയാണ് ശോഭാ സുരേന്ദ്രനും ഇവരും. അതായത് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പൈസ കൊടുത്ത വിവാദത്തിൽ പൈസ കൊടുപ്പിച്ചത് ഈ സ്ത്രീയാണ്, എനിക്കൊന്നും അറിയില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം പൊന്നു മനുഷ്യന്മാരെ, ഇത് ശോഭാ സുരേന്ദ്രനും ബിന്ദു എന്ന ഈ സ്ത്രീയും ഇവർ രണ്ടുപേരും പ്ലാൻ ഇട്ടിട്ടാണ് ഈ ഒരു ഫോൺ സംഭാഷണം ലീക്ക് ചെയ്തത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇങ്ങനെ പറയാൻ കാരണം, അതായത് ശോഭാ സുരേന്ദ്രന്റെ അറിവില്ലാതെ, ശോഭാ സുരേന്ദ്രന്റെ അറിവോട് കൂടിയല്ല പൈസ കൊടുത്തത് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുതിയ നാടകമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, നടുക്കുന്ന ഞെട്ടിക്കുന്ന എക്സിറ്റ് പോളിലേക്ക് വരാം പൊന്നു മനുഷ്യന്മാരെ. ഓക്കെ, നമുക്ക് തിരുവനന്തപുരം നേമം മണ്ഡലം ആദ്യം നോക്കാം പൊന്നു മനുഷ്യന്മാരെ. ഇത് ഞാൻ ഒരു പാർട്ടിക്ക് സപ്പോർട്ടല്ല കൊടുക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് നാളെയും ഈ പണിയെടുക്കണം. ഈ റിസൾട്ട് ഇപ്പോൾ മറ്റന്നാൾ മെയ് 4, ഞാൻ മറ്റന്നാളെന്ന് പറയുന്നതാണ്. നോക്കൂ നിങ്ങൾ, മെയ് 4-ാം തീയതി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ തീർന്നു. എനിക്ക് എൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് പോകണ്ടേ? അപ്പോൾ ഞാൻ പറയുന്ന കാര്യം സത്യസന്ധമായി നടന്നാലല്ലേ നിങ്ങൾ വീണ്ടും എൻ്റെ ചാനൽ കാണൂ, ഇല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ കാണോ?
അപ്പോൾ ഒരു പാർട്ടി നമ്മൾ പോയത് അതായത് ചെറുതാക്കാനോ വലുതാക്കാനോ അല്ല, ജനങ്ങൾ ആർക്കൊപ്പമാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റിലാണ് നിങ്ങൾക്ക് അറിയിക്കുന്നത്. അപ്പോൾ നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി ജയിച്ചത് വെറും 3000-4000ന്റെ ഭൂരിപക്ഷത്തിലാണ്. ഓക്കെ, എന്നാൽ ഇത്തവണ അവിടെ അട്ടിമറിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരാണ് ജയിക്കാൻ പോകുന്നത്. അതിന്റെ 2 കാരണം പറയാം. ഒന്ന്, ഭരണവികാര വിരുദ്ധതയാണ് എൻ്റെ പൊന്നു മനുഷ്യന്മാരെ. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ LDF കാർ എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. അവിടെ അതായത് നമുക്കറിയാം UDF ആ ഒരു മണ്ഡലത്തിൽ മാത്രം ചിത്രത്തിലില്ല. അവിടെ എല്ലാ വർഷവും മത്സരം BJPയും LDFും തമ്മിലാണ്. അപ്പോൾ ഇത്തവണ പിണറായി വിജയന്റെ നെറികെട്ട ഭരണം കാരണം, അതായത് ദുർബലമായ ഭരണം കാരണം ആ സീറ്റ് രാജീവ് ചന്ദ്രശേഖറിന് കിട്ടുമെന്നാണ്. രണ്ടാമത്തെ കാരണം, രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പ്രായമായ അച്ഛന്മാർക്കൊക്കെ, അതായത് മദ്യത്തിന്റെ കുപ്പി കൊടുത്തിട്ട് എനിക്ക് വോട്ടിടും എന്ന് പറഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ 3 മദ്യത്തിന്റെ കുപ്പി, ജയിക്കുന്നതിന് മുമ്പ് 1 മദ്യത്തിന്റെ കുപ്പി എന്നൊക്കെ മദ്യം കൊടുത്തിട്ട് വോട്ട് പിടിച്ചു എന്ന വാർത്ത, ഞെട്ടിക്കുന്ന വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറെ വോട്ട് പോയിട്ടുണ്ട് എന്നാണ് കിട്ടുന്നത്. നേരെ മറിച്ചിട്ട് അടുത്തതായി തൃക്കരിപ്പൂരിലേക്കാണ്. കുറച്ച് പേരെങ്കിലും ചോദിക്കും, ബ്രോ നിനക്ക് വട്ടാണോ? അതായത് തൃക്കരിപ്പൂരിൽ LDFന്റെ കോട്ടയാണ്. അതായത് ആര് അവിടെ LDFൽ ഇപ്പൊ ഞാൻ നാളെ പോയി സ്ഥാനാർത്ഥിയായാലും മിനിമം 10,000-ഓ 20,000-ഓ വോട്ടിന് അവിടെ എന്തായാലും ജയിക്കും. അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ് LDF. അതായത് മറ്റേ EMS മുതൽ LDFന്റെ ആദ്യ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായ EMS മുതൽ അവിടെ LDF കോട്ടയാണ്. LDFന്റെ ആര് ചോദിച്ചാലും സഖാക്കളുടെ കോട്ടയാണ് തൃക്കരിപ്പൂർ. എന്നാൽ നമ്മുടെ സന്ദീപ് വാര്യർ അവിടെ പോയപ്പോൾ ആ കോട്ട പൊളിച്ചു തരിപ്പണമാക്കി എന്നാണ് എൻ്റെ എക്സിറ്റ് പോളിൽ എനിക്ക് മനസ്സിലാവുന്നത്. മിനിമം 2000ന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ സന്ദീപ് വാര്യർ ജയിക്കുമെന്നാണ് എൻ്റെ എക്സിറ്റ് പോളിൽ. പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ പറയും ഭ്രാന്താണോ, LDFന്റെ കോട്ടയാണ് നീ പറയുന്നത് എന്ന്. ഒരു കാര്യം പറയാം, ഒന്നാമത് ഭരണവികാര വിരുദ്ധതയുണ്ട്. പിണറായി വിജയന്റെ ദുർബലമായ ഭരണം കാരണം മിനിമം അവിടെ ഭൂരിപക്ഷം 6 നിന്നാലും 20,000 വോട്ടിന് ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു അടിസ്ഥാനത്തിൽ പിണറായി വിജയന്റെ ദുർബലമായ വോട്ട് കാരണം ഒരു 10,000 ഭൂരിപക്ഷം കുറയും. അതിനുശേഷം നമ്മുടെ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം BJP കാരനാകട്ടെ, UDF കാരനാകട്ടെ, LDF കാരനാകട്ടെ, പാർട്ടി ഉള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ, സന്ദീപ് വാര്യർക്ക് ഒരു പ്രത്യേകത, എല്ലാവരും സന്ദീപ് വാര്യരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വ്യക്തിയായിട്ട് വോട്ട് ചെയ്യുന്ന മിനിമം ഒരു 5,000 വോട്ടെങ്കിലും ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന LDFന് കുറയും സന്ദീപ് വാര്യർ ആയതുകൊണ്ട്. അതിനുശേഷം പുതിയ വോട്ടർമാർ സന്ദീപ് വാര്യരെ പിന്തുണക്കും. പിണറായി വിജയന്റെ ദുർബലമായ ഭരണത്തിന് പിന്തുണക്കൂല. അതുകൊണ്ട് LDFന്റെ കോട്ടയെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഈ പറയുന്ന സന്ദീപ് വാര്യർ അവിടെ ജയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല പൊന്നു മനുഷ്യന്മാരെ. അതിനുശേഷം നമ്മൾ പാലക്കാടിലേക്ക്. പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ഭ്രാന്താണോ? സോറി, ഞാൻ നിങ്ങളെ ചെറുതാക്കിയതല്ല. കുറെ പേര് കമന്റ് ബോക്സിൽ ശോഭ ചേച്ചി ജയിക്കും. ഈ മൊട്ട, അതായത് ഈ തലയിലുള്ള മുടി ഞാൻ മൊട്ടയടിക്കാം ശോഭ ജയിച്ചാൽ. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഞാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ തോക്കുന്നത് 1000-ഓ 2000 വോട്ടിനല്ല, 12,000 ചില്ലാന വോട്ടിനവിടെ രമേശ് പിഷാരടി ജയിക്കുമെന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് വരുന്നത്. അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ 29-ാം തീയതിക്ക് എക്സിറ്റ് പോൾ കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഒരു 1000-ഓ 2000-ഓ 3000-ഓ വോട്ടിന്റെ ഭൂരിപക്ഷം പറഞ്ഞാൽ നമുക്ക് പറയാം ഫൈറ്റാണ്, മത്സരം നല്ല ഫൈറ്റാണ്. ആര് ജയിക്കുമോ നമുക്കറിയില്ല, കണ്ടിരുന്ന് കാണാം. ഇവിടെ എങ്ങനെ കണക്കൂട്ടി നോക്കിയാലും 10-12,000 വോട്ടിന്റെ ഭൂരിപക്ഷം രമേശ് പിഷാരി കിട്ടുന്നുണ്ട്. പിന്നെ എനിക്കറിയത്തില്ല, ഞാൻ കളവ് പറയുന്നതാണെങ്കിൽ നമുക്ക് ഇലക്ഷന്റെ പിറ്റേ ദിവസം കാണാം. ഓക്കെ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതായത് ആരാണ് ജയിക്കുക എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ശോഭ തോക്കാനുള്ള കാരണം? സർവേ വരുമ്പോൾ ശോഭക്ക് ചെറിയ മുൻതൂക്കം ഉണ്ടായിനി. പക്ഷേ കള്ള വോട്ട്, പിന്നെ അതിനുശേഷം പൈസ കൊടുത്തല്ലോ ശോഭാ സുരേന്ദ്രൻ. പൈസ കൊടുത്തത് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന 3 കേസ് അത് ഇല്ലാത്ത കേസ് എന്നാണ്. അതായത് എന്ന് കോടതി പറഞ്ഞു അന്നാണ് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാവുന്നത്. ഇതുവരെ പാലക്കാടിലെ അമ്മമാർ, അത് BJPയും CPMും രാഹുലിനെ കുടുക്കിയെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് രമേശ് പിഷാരടിക്ക് വോട്ടിട്ടു എന്നാണ് ട്രെൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം മഞ്ചേശ്വരത്തേക്ക് വന്നു കഴിഞ്ഞാൽ പൊന്നു മനുഷ്യന്മാർ, ഇഞ്ച് മത്സരമാണ്. ഞാനത് ഇപ്പോഴും സമ്മതിക്കുന്നു. മറിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് അവിടെ ഈ പറയുന്ന AKM അഷ്റഫ് എക്സാമ്പിൾ കണക്കാണ്. AKM അഷ്റഫിന് 50,000 വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നേരെ മറിച്ചിട്ട് സുരേന്ദ്രനും 50,000 വോട്ട് കിട്ടും. അത്രയും ശക്തിയേറിയ മത്സരമാണ്. കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമുണ്ടെങ്കിൽ മഞ്ചേശ്വരം മണ്ഡലം, യാതൊരു തർക്കവുമില്ല. പൊന്നു മനുഷ്യന്മാരോട് ഒരു കാര്യം പറയാം, ആർക്കാണ് മുൻതൂക്കം മഞ്ചേശ്വരത്ത് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അത് എത്രമാത്രം ശരിയെന്ന് എനിക്കറിയില്ല.
SIR വിവാദത്തിൽ ചില കാസർഗോഡിന്റെ വേറെ ചില മണ്ഡലത്തിൽ BJP വോട്ടർമാരെ മഞ്ചേശ്വരത്തേക്ക് മാറ്റിയെന്ന സ്ഥിരീകരിക്കാത്ത, ഉറപ്പ് പറയുന്നില്ല, അങ്ങനെ ചെറിയൊരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ സുരേന്ദ്രൻ ജയിക്കാനാണ് സാധ്യത. പറയുന്നത് 10,000 വോട്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഇവ കാസർഗോഡ് വേറെ മഞ്ചേശ്വരം അല്ലാതെ വേറെ മണ്ഡലമുണ്ടല്ലോ, ആ മണ്ഡലത്തിലുള്ള BJP വോട്ടർമാരെ മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് ആഡ് ചെയ്തു എന്ന ഒരു ഉറപ്പില്ലാത്ത വാർത്ത കിട്ടുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ അവിടെ ഈ പറയുന്ന കെ സുരേന്ദ്രൻ ജയിക്കും. അത് ശരിയല്ലെങ്കിൽ ഫൈറ്റ് വന്നിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ആദ്യ മണിക്കൂറിൽ സുരേന്ദ്രനായിരിക്കും മുന്നിൽ പോവുക, അതിനുശേഷം AKM മുന്നിൽ പോകും, ഒരു വട്ടം AKM സുരേന്ദ്രൻ അങ്ങനെ തമ്മിൽ തല്ലിട്ട് അവസാന റൗണ്ട് എത്തുമ്പോൾ സുരേന്ദ്രൻ 200-300 വോട്ട് ലീഡ് ചെയ്യുമ്പോൾ അവസാന ബൂത്ത് എണ്ണി തീരുമ്പോൾ വെറും 150-200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ AKM അഷ്റഫ് ജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ അങ്ങനെയാണ് പൊന്നുമനുഷ്യന്മാരെ. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ മഹാ ഫൈറ്റാണ്. LDF ഇവിടെ ചിത്രത്തിലില്ല. LDFന് എത്ര ഭൂരിപക്ഷം കൂടുന്നുണ്ട് അത്രയും AKM അഷ്റഫിന്റെ വിജയ സാധ്യതയാണ് കൂടുന്നത്. ഓക്കെ, അല്ലാതെ ഈ പറയുന്ന LDFന് എത്ര കുറയുന്നുണ്ട് അവിടെ ഈ പറയുന്ന കെ സുരേന്ദ്രനാണ് ജയസാധ്യത ഉള്ളത്. ഒരുപക്ഷെ LDFന് 10,000 വോട്ട് പോലും പിടിക്കാത്ത ഒരു മണ്ഡലമാണ്. ഇവിടെ LDF വോട്ടർമാരുണ്ട്, പക്ഷെ അവർ ഇടൂല. ഞാനൊരു കാര്യം പറയാം, ഇവിടെ മത്സരം BJPയും UDF എല്ലാവർക്കും അറിയാം, മുസ്ലിം ലീഗിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും എന്തിനാണ് LDF വോട്ടിട്ട് വേസ്റ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ട് AKMനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കെ സുരേന്ദ്രനോ ആണ് ഇട്ടത്. ഇവിടത്തെ ഒന്ന് പ്രഡിക്ഷൻ നമുക്ക് കിട്ടുന്നത് എൻ്റെ സ്വന്തം മണ്ഡലമാണ് മഞ്ചേശ്വരം. എങ്ങനെ കണക്കൂട്ടിയാലും ഒപ്പത്തിനൊപ്പമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഒരു 300-350 വോട്ടിന് എന്തായാലും AKM അഷ്റഫ് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.